അതായത് നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരൊന്ന് ഓടിച്ചു നോക്കണം മേളിൽ നിന്ന് താഴോട്ട്. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല. ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷനോട് എടുക്കുമ്പോൾ നമുക്ക് ഒരു ബേക്കറി, നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കും. അപ്പോൾ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിന് സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ റോഡ് പണിതയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം, ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക. ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗം ഇത് യെല്ലോ വൈറ്റ് ലൈനാണ്. ഇതാണ് റോഡ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈനുണ്ടല്ലോ, നടുവിലത്തെ ഡിവൈഡിങ് ലൈൻ, ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുണ്ട്. എന്നാൽ മറുവശത്ത് 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി വരും. അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തു. അപ്പോൾ ഈ സൈഡിൽ, ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ്. നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് 2 സൈഡ് അത് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് തിരിയും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിന് ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും കൂടി ചൊവ്വാഴ്ച, അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി, ഇവിടുത്തെ MLA, മാഡത്തിൻ്റെ ഒരു പരാതി 2021 ജൂലൈ മാസത്തിലാണത്. അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്, MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. ഹൈവേ, അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. അതിലവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ, പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം ഇവിടെ മാത്രമല്ല, ഇവിടെയും മുണ്ടൂർ ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് അവരുടെ ജനങ്ങളിലൊരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൗണ്ട് ആക്കണം എന്നൊക്കെയാണ്. അത് KSTP റോഡാണ് ഒരു വശത്തുള്ളത്. അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്ററിനോട് കൂടെ ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ചെയ്യും. ആ റൗണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം. അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാരെയും ബന്ധപ്പെട്ടവരെയും ബന്ധപ്പെട്ട് അവർ പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പക്ഷേ സിഗ്നൽ ലൈറ്റ് അവർക്കും താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും, ട്രാഫിക് ജാമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ 2 റോഡും ചേരും. ഈ റോഡും KSTP റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവരെ ഉന്നയിച്ചതും ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. KSTPയുടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരോട് അത് പരിഹരിക്കും. രണ്ടുമില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും. ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം. ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹൈവേക്ക് നൽകിയിരുന്നു. അവരത് പാലിക്കാത്തത് തെറ്റാണ്. ഏതായാലും അടിയന്തരമായി അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ്. അന്ന് ഇതിൻ്റെ സൈഡ് ഗ്യാരേജ് വേ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ലോറി മറിഞ്ഞ സ്ഥലത്ത് ഗ്യാരേജ് വേ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി സ്വാഭാവികം ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് അത് കുറവായിട്ടുള്ളത്. ശരിക്കും അവിടെ ഉണ്ട്. പിന്നെ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിലാണ് ഇത് സ്കിഡ് ചെയ്യുന്ന വണ്ടി. കഴിഞ്ഞ ദിവസം ഒരു ലോറി സ്കിഡ് ചെയ്യുന്നതിന് ഇവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഈ സ്കിഡ് ചെയ്യുന്നതിന് വെള്ളക്കെട്ട്. അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ ഓടകളിലേക്ക് വെള്ളം അവിടെ ഓട ചെയ്തിട്ടുണ്ട് അവർ. അതിലേക്ക് കൃത്യമായി വെള്ളം കടന്നു പോകണം, അതിലേക്ക് ഒഴുകി പോകണം. കാരണം റോഡ് വെച്ചിട്ട് കാര്യമില്ല, അതിൽ വെള്ളം ഒഴുകാനുള്ളതാണല്ലോ.
അപ്പോൾ വെള്ളം ഇവിടെ വന്ന് കിട്ടുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഇവിടെ വന്ന് ഈ വളവിൽ വന്ന് ഇങ്ങനെ വെള്ളം മഴ പെയ്യുമ്പോൾ മേളിൽ നിന്ന് വരുന്ന വെള്ളം, അപ്പോൾ അത് ഓട വഴി പോകാനുള്ള സംവിധാനം അവരോട് അത് അവർ പണിതിരിക്കുന്നതാണ്. അതിൻ്റെ കുറ്റം തീർത്ത് തരേണ്ട അവരുടെ ജോലിയാണ്. പ്രതലം ഒന്ന് ഒരിക്കൽ പരിപരിപ്പുള്ളതാക്കി മാറ്റി വീണ്ടും അത് ചെയ്യുന്നതിനുള്ള ഏർപ്പാട് ചെയ്യും. അല്ല, അവിടെ എന്താ പറയുക മാഡം, അതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ അവിടെ ഒരു റോഡ് ക്രോസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പോലീസ് ഇപ്പോൾ അവിടെ ആളെ നിർത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇവർ ഇപ്പോൾ എന്നോട് ചോദിച്ചു, കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം പന്തലിൽ ചെല്ലുമ്പോൾ അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരു ഓവർ ബ്രിഡ്ജ്. പക്ഷേ ഓവർ ബ്രിഡ്ജ് വെച്ചാലും കേരളത്തിൽ എവിടെയും അതിലൂടെ ആരും യാത്ര ചെയ്യാറ് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. നമ്മൾ സത്യം യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു തരാം, അത് ഗംഭീരമായിരിക്കും എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം. അത് ചെയ്യാൻ പാടില്ല. അത് പലപ്പോഴും ഓവർ ബ്രിഡ്ജുകൾ നഗരത്തിൽ പോലും, തിരുവനന്തപുരം നഗരത്തിൽ പോലും പല സ്ഥലങ്ങളിലും ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി രാത്രി കാലങ്ങളിൽ മാറുകയാണ്. പടി കയറി പോകാനുള്ളൊരു ടെൻഡൻസി നമുക്ക് പൊതുവിൽ കുറവാണ്. അല്ല, ഇപ്പോൾ സിമെൻറ്റ് കൊണ്ടുള്ള ഡിവൈഡർ എത്തിച്ച് വയ്ക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും തൽക്കാലം. കാരണം ഈ ഞാൻ പറഞ്ഞ മാർക്കിംഗ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് റൈറ്റ് ട്രാക്കിൻ്റെ മാർക്കിംഗ്, ഈ സൈഡിൽ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ട്രാക്കേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് വൈറ്റ് ലൈൻ. ഇവിടെ നിന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നോക്കി ഒരു വണ്ടിക്ക് ജസ്റ്റ് ഈ പോലീസ് വാനിങ്ങോട് നീക്കിയിട്ടാൽ അതിന് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ മറുവശത്ത് സ്ഥലമുണ്ട്. പക്ഷെ മറുവശത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ കയറി വരികയാണ്, വണ്ടി റൈറ്റിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവരെ നോക്കുമ്പോൾ സെൻട്രൽ ലൈൻ കറക്റ്റാണ്, സെൻട്രൽ ലൈൻ കറക്റ്റാണ്. പക്ഷേ സെൻട്രൽ ലൈൻ മാറിപ്പോയി എന്നുള്ളത്, ഇട്ടപ്പം മാറിപ്പോയി എന്നുള്ളതാണ്. അത് അളവ് കറക്റ്റല്ല. പിന്നെ ഈ വെള്ളം കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഇങ്ങോട്ട് വലിഞ്ഞ് വണ്ടി കയറാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഡ്രൈവർക്ക്. അവിടെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ വണ്ടി റൈറ്റിലേക്ക് പിടിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയോ, ഞാൻ സത്യം ആ പാർക്കിംഗ് നിങ്ങൾക്ക് ദൂരെ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ആ പാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പാർക്കിംഗ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈവർ, നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം, 1 മീറ്ററെങ്കിലും ആ വണ്ടിയിൽ നമ്മൾ മാറ്റി പിടിക്കും. അപ്പോൾ ലൈനും കറക്റ്റല്ലേ, ഇപ്പോൾ റൈറ്റ് കയറി വരാം. അതൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളത് ഒന്ന് ക്യാമറ വെച്ച് ഓടിച്ച് നോക്കുമ്പോൾ കൃത്യമായ ആ ലൈനിൻ്റെ ഒരു വ്യത്യാസം, ആ റൈറ്റ് ലൈനും ലെഫ്റ്റ് ലൈനും തമ്മിലുള്ള 2 ട്രാക്ക് തമ്മിലുള്ള വീതിയുടെ വ്യത്യാസം അതറിയാൻ പറ്റും. ഇതങ്ങ് കഴിഞ്ഞാൽ വീണ്ടും ഈക്വലായി, ഇതിന് മുകളിലോട്ട് ചെന്നാൽ അവിടെ ഈക്വലായി. ഈ നടുവിൽ ഇത്രയും ഒരു ജംഗ്ഷനിൽ സ്ഥലം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈൻ അങ്ങോട്ട് നീങ്ങി തുല്യമായിട്ട് വേണ്ടേ. അല്ല, അവർ ചൊവ്വാഴ്ച അവരെ വിളിക്കാം, അവർ ഉദ്യോഗസ്ഥന്മാർ അന്നത്തേക്ക് എത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ബുധനാഴ്ച ആ ദിവസങ്ങളിൽ സംസാരിച്ചിട്ട് അവരോടൊരു മറുപടി ചോദിക്കും. 1-2 ആഴ്ച മറുപടി ചോദിക്കും. ഈ പണം അനുവദിച്ച് ഈ പറഞ്ഞ ശുപാർശകൾ, ഇപ്പോൾ ഓൾറെഡി കൊടുത്ത ശുപാർശകൾ, ഇപ്പോൾ ഇവിടെ വന്ന ഞാൻ കണ്ടതിൽ തിരിഞ്ഞ ആശയങ്ങൾ കൂടി അവരോട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നമുക്ക് തോന്നുന്നൊരു ഫീലുണ്ടല്ലോ, അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെയാണ് പല റോഡും ഫിക്സ് ചെയ്യുന്നത്. KSTPയുടെ സ്ഥിതി ഇത് തന്നെയാണ്. കാരണം നമ്മുടെ എഞ്ചിനീയർമാർക്കോ നമ്മുടെ ജനപ്രതിനിധികൾക്കോ അതിലൊരു റോഡുമില്ല. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഒരു റോഡ് ഹൈവേ ആണെന്ന് കണ്ടെത്തി അത് അങ്ങ് പണിഞ്ഞങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് പല വീടുകളിലേക്കും ഇറങ്ങാനുള്ള വഴി അടഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിലെമ്പാടുള്ളൊരു ഇഷ്യൂ ആണ്. KSTP റോഡ് വരുന്നിടത്ത് ഇതേ വിഷയമാണ്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. ഹൈവേ വരുമ്പോഴും എന്താ, അവിടെ താമസിക്കുന്ന അടുത്ത പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് വീട്ടിലിറങ്ങാൻ പറ്റുമെന്നുള്ള ചിന്ത ഈ റോഡ് പണിയുന്നവർക്കില്ല. വേണ്ടേ, അതൊരു പൗരൻ്റെ അവകാശമല്ലേ. ഇപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇന്ന് ഇവിടെ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എമർജൻസി ആയിട്ട് ഇപ്പോൾ ഞാൻ പോലീസിനോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് സിമൻറ്റ് ഡിവൈഡർ ഇവിടെ താഴെ വയ്ക്കുകയും ആ ബേക്കറിയുടെ മുകളിലോട്ടുള്ള ഭാഗത്തെ വലതുവശത്ത് ആ ഇടതുവശത്ത് ഇവിടുന്ന് റൈറ്റ് സൈഡ് അത് ഇപ്പുറ സൈഡിലേക്ക് ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഇപ്പുറ സൈഡിലേക്ക് മാറ്റും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപകടത്തിന് സാധ്യതയില്ല, അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് അപകടത്തിന് കൂടുതൽ സാധ്യത. ആ പാർക്കിംഗ് ഷിഫ്റ്റ് ചെയ്യണം. ആ പാർക്കിംഗ് നിർബന്ധമായിട്ട് ഇപ്പോഴത്തെ നാട്ടുകാരെല്ലാം നിൽക്കുമ്പോഴാണ് പറയുന്നത്, നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ട് എതിർപ്പൊന്നും പാടില്ല. ആ പാർക്കിംഗ് അപകടത്തിൻ്റെ ഒരു കാരണമാണ്. ആ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ ആ ബേക്കറിക്ക് മുകളിലോട്ട് കിടക്കുന്ന എല്ലാ വണ്ടികളും ഇടതുവശത്ത് വലതുവശത്ത് ആ വശത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഞാൻ വെറുതെ പറയുന്നതല്ല, വെറുതെ അത് വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. അത് മാറുമ്പോൾ തന്നെ പകുതി അപകടം കുറയും. ഏത് അല്ല, നേരത്തെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് അവർ, ഉദ്യോഗസ്ഥന്മാരത് പരിശോധിച്ചിട്ടുണ്ട്. അവർ പാലക്കാട് IIT വരെ പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നാറ്റ്പാക്കിൻ്റെ പഠനമുണ്ട്. ഇതൊന്നും നടപ്പിൽ വന്നില്ല എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ പറയുന്ന ഫോളോ അപ്പ് ഞാനുണ്ടല്ലോ, ഫോളോ അപ്പിന് ഇപ്പം ഞാനുണ്ട്. എനിക്ക് അതേ ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. വേറെ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് സസ്പെൻഡ് ചെയ്യും ഉടനെ. അതെ, അല്ല, ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് വീടില്ല, സ്ഥലമില്ല. ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ ഞാൻ മിക്കവാറും ഇന്ന് പോകുന്ന വഴിക്ക് തന്നെ തൃശ്ശൂർ കാണും. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ അദ്ദേഹത്തിന് റവന്യൂ ലാൻഡ് അവിടെ ഉണ്ട്, ഒരു പുറമ്പോക്ക് ലാൻഡ് ഉണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ആലോചിച്ചതിന് ശേഷം
ധനസഹായവും മുഖ്യമന്ത്രിയോട് ആലോചിച്ചാണ് ചെയ്യുന്നത്. അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല. കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹത്തിന് അനുയോജ്യമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിപ്പം രാജൻ മിനിസ്റ്റർ എന്നല്ല വന്നിരുന്നു, അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം ശ്രദ്ധയിൽ പെടും. റിയാസ്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒരു ചർച്ച ചെയ്തതിന് ശേഷം അത് തീരുമാനം. നമുക്കത് ഒറ്റയ്ക്ക് തീരുമാനം പറയാൻ പറ്റത്തില്ല. ചൊവ്വാഴ്ച വിളിക്കാനാണ്. ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷണർ പ്രമോദ് ശങ്കർ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തോട് ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അതായത് എറണാകുളം കഴിഞ്ഞാൽ വേറെ ആളാണ്, എറണാകുളത്തിന് വടക്കോട്ട് വേറെ ആളാണ്. അപ്പോൾ അവരെ വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം കൊടുക്കും. ഇല്ല, അതവർ നടത്തിക്കോട്ടെ. റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പേ എല്ലാ റിപ്പോർട്ടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെയും പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും കൊണ്ടുവരും. അതിനെ വെച്ചായിരിക്കും അവരോട് സംസാരിക്കുന്നത്. അതിൽ പറയുന്ന പഠനമൊന്നുമില്ല. ഈ പഠനത്തിന് പോയാൽ പിന്നെ പഠിച്ചാൽ തന്നെ തീരത്തില്ല, ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് പഠനം കഴിഞ്ഞ് ഇനി പരീക്ഷ എഴുതാന്നുള്ളത്.